ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. വൈക്കത്ത് CPI വിട്ടെത്തിയ മുൻ MLA കെ അജിത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ BJP. 2006-ലും 2011-ലും വൈക്കത്ത് കെ അജിത്ത് ജയിച്ചിരുന്നു. BDJS-ൽ നിന്നും സീറ്റ് ഏറ്റെടുക്കാനാണ് നീക്കം. P പ്രദീപാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥി. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. അഖിൽ കെയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഖിൽ, നമുക്കറിയാം CPI-യിലെ ആ ഒരു ഉൾപാർട്ടി പോരും പ്രശ്നങ്ങളും പാർട്ടി വിടലും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞിപ്പോൾ CPI വിട്ടെത്തിയ ആളെ മുൻ MLA അജിത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ BJP നീക്കം നടത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ശ്രുതി, ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ കെ അജിത്തിനെ, മുൻ MLA കൂടിയായിട്ട് അജിത്തിനെ ഇത്തരത്തിൽ CPI-യിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് BJP-യിലേക്ക് കൊണ്ടുവന്നെന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം നിലവിൽ ഈ സീറ്റ് BDJS-ന്റെ കൈവശമുള്ളതാണ്. നേരത്തെ തന്നെ പൂഞ്ഞാർ, അതായത് പൂഞ്ഞാർ PC ജോർജിന് വേണ്ടി BDJS-ന്റെ സീറ്റ് നേരത്തെ തന്നെ എടുക്കുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വൈക്കം സീറ്റ് കൂടി BJP ഏറ്റെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ BDJS-ന് ജില്ലയിൽ സീറ്റില്ലാതെ വരും. കടുത്തുരുത്തി കൊടുത്ത ജില്ലയ്ക്ക് പുറത്ത് ഏതെങ്കിലും ഒരു സീറ്റ് നൽകാനുള്ള നീക്കത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും BJP വൈക്കം സീറ്റ് ഏറ്റെടുക്കും എന്ന് തന്നെയാണ്. ആ വൈക്കം സീറ്റ് ഏറ്റെടുക്കുന്നതിൽ BDJS-നും കാര്യമായ അതിർത്തി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കെ അജിത്ത് തന്നെ ഇത്തരത്തിൽ CPI-യുടെ മുൻ MLA ഇപ്പോൾ CPI-യുടെ സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ, P പ്രദീപിനെതിരെ തന്നെ മത്സരരംഗത്ത് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP പ്രധാനമായും പരിഗണിക്കുന്ന അജിത്തിനെ തന്നെയാണ് ആ ഒരു നീക്കം നടത്തിയത് കൊണ്ട് തന്നെയാണ്. എന്തായാലും കടുത്തൊരു പോരാട്ടം ഇത്തവണ വൈക്കത്തുണ്ടാവും. കാരണം വൈക്കത്ത് സണ്ണിയം കവിക്കാരന്റെ പേര് പറയുമ്പോഴും അതിനെ പ്രാദേശിക നേതൃത്വം എതിർക്കുന്നുണ്ട്. അവിടെ കഴിഞ്ഞ തവണ ഈ ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് ശക്തമായൊരു പോരാട്ടം നടത്തിയ ബിനിമോന്റെ പേരാണ് പ്രാദേശിക നിന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ചെറിയ ഭൂരിപക്ഷത്തിൽ ആ ശക്തി കേന്ദ്രത്തിൽ ബിനിമോൻ തോക്കുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ഇത്തരം രാഷ്ട്രീയത്തിൽ അജിത്ത് കൂടി വരുമ്പോൾ ശക്തമായ പോരാട്ടം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. തന്നെ ബിനിമോൻ വേണം എന്ന ആവശ്യമാണ് പ്രാദേശിക നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നത് ഒന്ന് CPI-യുടെ കാര്യമാണ്. CPI-ക്ക് വേണ്ടി P പ്രദീപ് ആശയം മാറ്റിക്കൊണ്ട് P പ്രദീപ് മത്സരരംഗത്തേക്ക് ഉണ്ടാകും. ആ ഘട്ടത്തിൽ BJP-യിൽ നിന്നും അല്ലെങ്കിൽ NDA-യിൽ നിന്നും വരാൻ പോകുന്നത് മുൻ MLA കൂടിയായിട്ടുള്ള CPI-യിൽ നിന്നും അടർത്തി മാറ്റി എടുത്തു കൊണ്ടുവന്നിട്ടുള്ള അജിത്ത് തന്നെയായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാന ഘട്ടത്തിലെ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിച്ചാൽ മാത്രമായിരിക്കും. നിലവിലെ ആ സാഹചര്യങ്ങൾ ഈ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. BDJS-ൽ നിന്നും ഈ സീറ്റ് എടുക്കാനുള്ള നീക്കങ്ങൾ എന്തായാലും BJP ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങൾ BDJS-ന് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ശ്രുതി, അതായത് കെ അജിത്തിനെ കൊണ്ടുവന്നാലും വലിയൊരു പ്രതിസന്ധി ഇല്ലാതെ അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് BJP കണക്കൂട്ടൽ. അതായത് BDJS ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, സീറ്റ് ഏറ്റെടുക്കുന്നതിലുള്ള BDJS-ൽ നിന്ന് സീറ്റ് എടുക്കാനുള്ള നീക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് BJP-യുടെ കണക്കൂട്ടൽ. വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ കൊണ്ടുപോകാൻ കഴിയും. കാരണം വൈക്കത്ത് BDJS സംഭരണ മണ്ഡലമാണ്. അവിടെ BDJS-ന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന് പറയുന്നതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJP-യെ സംബന്ധിച്ചോളം അത്ര ബുദ്ധിമുട്ടില്ല. സ്വാഭാവികമായും അജിത്ത് വരുന്നതുകൊണ്ട് തന്നെ ഒരു വലിയ മുന്നേറ്റം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ മൊത്തത്തിലുണ്ട്. ഈ NDA-യിൽ ഇത്തരത്തിലൊരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട BJP-യിൽ ചർച്ചകൾ പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. എന്തായാലും BJP ആ സീറ്റ് BDJS-ൽ നിന്നും ഏറ്റെടുക്കാനുള്ള നീക്കമാണ്. അതിനുശേഷം പകരം ജില്ലയ്ക്ക് പുറത്ത് ഏതെങ്കിലും ഒരു സീറ്റ് നൽകാൻ കഴിയുമെന്ന് പരിശോധിക്കും. ഇല്ലെങ്കിൽ പോലും ഈ സീറ്റ് എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. BDJS-നും അതിൽ വലിയ രീതിയിൽ അതിർത്തികൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രുതി, ശരി, അഖിൽ കെ ആണ് വിശദാംശങ്ങൾ നൽകിയത്.